നമസ്കാരം. രാമായണ പുണ്യം നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാൻ ഉള്ളിൽ പരമാഗ്രഹമുണ്ടു. ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. പുത്രവാത്സല്യം ഏറ്റവും ഉദാത്തമായ സ്നേഹമാണ്. രാമായണത്തിലെ ദശരഥൻ പുത്രസ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. പക്ഷേ ആ സ്നേഹത്തിൻ്റെ മുൻപിലും തൻ്റെ ധർമ്മബോധം അദ്ദേഹം വെടിയുന്നില്ല എന്നതാണ് ഏറ്റവും മുഖ്യം. കൈകേയിക്ക് നൽകിയ വാഗ്ദാനത്തിൽ നിന്ന് അദ്ദേഹം അല്പം പോലും പിന്മാറുന്നില്ല. എന്നെ ബന്ധിച്ച് നീ രാജാവായിക്കൊള്ളൂ എന്ന് രാമനോട് പറയുമ്പോഴും താൻ ധർമ്മപാശത്താൽ ബദ്ധനാണെന്നത് അദ്ദേഹം മറക്കുന്നില്ല. അവസാനം അദ്ദേഹം ധർമ്മവും സ്നേഹവും ഒരുമിച്ച് പാലിക്കുന്നു. രാമൻ്റെ വനവാസം അദ്ദേഹത്തിൻ്റെ ധർമ്മത്തിൻ്റെ കീർത്തസ്തംഭമാകുന്നു. പുത്രവിരഹത്തിൽ ശരീരം വെടിഞ്ഞ് ആ രഘുകുല വീരൻ സ്നേഹത്തിനും പുതിയ മാനങ്ങൾ നൽകുന്നു. ദാമ്പത്യ സ്നേഹത്തിന് സീതാരാമന്മാർ പര്യായങ്ങളാണ്. ഭർത്താവിൻ്റെ ക്ലേശത്തിൽ ഭാര്യ പങ്കാളിയാകുന്നു. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ജീവൻ പണയം വെച്ച് പോരാടുന്നു. ഇതാണല്ലോ രാമായണ കഥയുടെ കേന്ദ്രബിന്ദുവും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. ഗുഹായാം ഗേഹേ വാ ബഹിരപി വനേ വാ ദ്രിശിഖരേ ജലേ വാ വഹ്നൗ വാ വസതു വസതേ കിം വദ ഫലം സദാ യസ്യൈവാന്തകരണമപി ശംഭോ തവ പദേ സ്ഥിതം ചേദ്യോഗോऽസൗ
स च परमयोगी स च सुखी गुहायां गेहे वा बहिरपि वने वाद्रिशिखरे जले वा वह्नौ वा वसतु वसते किं वद फलं सदा यस्यैवान्तःकरणमपि शम्भो तव पदे स्थितं चेद्योगोऽसौ स च परमयोगी स च सुखी. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. എവിടെ താമസിച്ചാലും ശരി, മനസ്സ് ഭഗവത് പാദങ്ങളിൽ ഉറച്ചിരുന്നാൽ അതാണ് യോഗം. അയാളാണ് യോഗി. അയാൾ നിരപേക്ഷമായ സുഖത്തെയും പ്രാപിക്കുന്നു. ജീവിതത്തിൽ പരമമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നതും യോഗ പദവിയെ പ്രദാനം ചെയ്യുന്നതും നമ്മുടെ ബാഹ്യമായ എന്തെങ്കിലും അവസ്ഥകളല്ല, ഭഗവാനിൽ ഉറച്ച മനസ്സാണെന്ന് പറയുന്ന ശിവാനന്ദലഹരിയിലെ 13-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 12-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ഗുഹായാം ഗേഹേ വാ ബഹിരപി വനേ വാദ്രിശിഖരേ ജലേ വാ വന്നൗ വാ വസതു വസതേ കിം വദ ഫലം സദാ യസ്യൈവാന്തഃകരണമപി ശംഭോ തവ പദേ സ്ഥിതം ചേദ്യോഗോസൗ സ ച പരമയോഗി സ ച സുഖീ. ഒരാൾ കഴിയുന്നത് ഗുഹയിലാവട്ടെ, ഗേഹത്തിലാവട്ടെ, ബഹിരപി വനേ ഇനി പുറത്ത് കാട്ടിലാവട്ടെ, അദ്രിശിഖരേ പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ കൊടുമുടിയിലാവട്ടെ, ജലേവ വെള്ളത്തിലാവട്ടെ, വന്നൗവ അഗ്നിയിലാവട്ടെ, വസതു വസിക്കട്ടെ, വസതേഹേ കിം ഫലം വദ വസതിക്ക് എന്ത് വിശേഷം, വസതിക്ക് എന്ത് ഫലം പറയൂ. താത്പര്യം ഒരാൾ ബാഹ്യമായി വസിക്കുന്ന ഇടത്തിനനുസരിച്ചല്ല അയാളുടെ സ്ഥിതിയും ഗതിയും. ഒരാൾ ഗുഹയിൽ വസിക്കട്ടെ, പർവ്വത ഗുഹകളിൽ പോയി ഏകാന്തമായി താമസിക്കുന്നു, നല്ലതാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം എന്ത് പ്രയോജനം? അല്ലെങ്കിൽ ഗേഹേ വീട്ടിൽ ഗൃഹസ്ഥാശ്രമിയായിട്ട് ഗാർഹസ്ഥ്യ ധർമ്മങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നു, നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം എന്ത് കാര്യം? ഇനി ബഹിരപി വനേ പുറമേ, വീട്ടിലല്ല പുറമേ കാട്ടിലാണ് താമസിക്കുന്നത്, പ്രത്യേകിച്ചൊരാശ്രയമില്ലാതെ, ആലംബമില്ലാതെ, അല്ലെങ്കിൽ ആലയമില്ലാതെ കാട്ടിൽ അങ്ങനെ കഴിയുകയാണ്, നല്ലത് തന്നെ. പക്ഷെ അതുകൊണ്ട് മാത്രം എന്ത് കാര്യം? അദ്രിശിഖരേ പർവ്വതത്തിൻ്റെ കൊടുമുടികളിലാണ് താമസിക്കുന്നത്, മറ്റ് ജനക്കൂട്ടങ്ങളിൽ നിന്നെല്ലാം വിട്ട് പർവ്വതത്തിലെ കൊടുമുടികളിൽ താമസിക്കുകയാണ്, നല്ലത് തന്നെ. പക്ഷെ അതുകൊണ്ട് മാത്രം എന്ത് പ്രയോജനം? ജലേവ ഇനി ഏതെങ്കിലും ദ്വീപിൽ കഴിയുകയാണ്, അല്ലെങ്കിൽ ജലത്തിൽ കഴിയുകയാണ്, ജലത്തിൽ തന്നെ തപോവൃത്തിയിൽ കഴിയുകയാണ്, നല്ലത് തന്നെ. പക്ഷെ അതുകൊണ്ട് മാത്രം എന്ത് കാര്യം? വന്നൗവ അഗ്നിയിൽ, അഗ്നിയിൽ കഴിയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ താല്പര്യാർത്ഥം നമ്മൾ എടുക്കണം. ചുറ്റുപാട് അഗ്നി കൂട്ടി അതിന് നടുക്ക് ജീവിക്കുക, അങ്ങനെയൊക്കെയുള്ള വ്രതങ്ങൾ അല്ലെങ്കിൽ തപസ്സുകൾ അതിഘോരമായ കഠോരമായ തപസ്സാണ്. 5 ഭാഗത്തും അഗ്നി ജ്വലിപ്പിച്ച് അതിന് നടുക്ക് വസിക്കുക എന്നുള്ളത്. ഇങ്ങനെയാണോ? നല്ലത് തന്നെ. പക്ഷെ അതുകൊണ്ട് മാത്രം എന്ത് കാര്യം? അപ്പോൾ പറയാണ്, ഗുഹയിലാവട്ടെ, ഗേഹത്തിലാവട്ടെ, വനത്തിലാവട്ടെ, അദ്രിശിഖരത്തിലാവട്ടെ, ജലത്തിലാകട്ടെ, വന്യയിലാകട്ടെ, വസതു വസിക്കട്ടെ. വസതേഹേ ഫലം കിം വദ, വസതിയുടെ ഫലം എന്ത്? എവിടെ താമസിക്കുന്നു എന്നുള്ളതിനനുസരിച്ചല്ലല്ലോ ഫലം. പിന്നെ എന്തിനനുസരിച്ചാ ഫലം? സദാ യസ്യൈവ അന്തഃകരണമപി ശംഭോ തവ പദേ സ്ഥിതം. യാതൊരാളുടെ അന്തഃകരണം ഹേ ശംഭോ നിൻ്റെ പദത്തിൽ സ്ഥിതമാണെങ്കിൽ, ഭഗവത് പദത്തിൽ ആരുടെ മനസ്സാണോ ഉറച്ചു നിൽക്കുന്നത്,
യോഗ അസൗ, അതുതന്നെയാണ് യോഗം. യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ചയാണ്, ഈശ്വരനുമായുള്ള ചേർച്ച യോഗമാണ്. യോഗത്തിന് അനേക ലക്ഷണങ്ങളും നിർവചനങ്ങളുമുണ്ട്. സമത്വമാണ് യോഗം, കർമ്മങ്ങളിലുള്ള കൗശലമാണ് യോഗം, ദുഃഖസംയോഗ വിയോഗമാണ് യോഗം. ദുഃഖങ്ങളുമായി സംയോജിക്കുക എന്നുള്ളത് എല്ലാ കാലത്തേക്കുമായി വിയോജിക്കപ്പെടുന്നതാണ് യോഗം. താം യോഗമിതി മന്യന്തേ സ്ഥിരാം ഇന്ദ്രിയധാരണം. ഇന്ദ്രിയങ്ങളെ സ്ഥിരമായി ഏകാഗ്രതമാക്കി മനസ്സിനെ പരം തത്വത്തിൽ ഘടിപ്പിക്കുന്നതാണ് യോഗം. സർവോപരി യോജനീയവുമായി യോജിപ്പിക്കപ്പെടേണ്ടതുമായുള്ള യോജനമാണ് യോഗം. ചേർച്ച, അന്വേഷ്യവും അന്വേഷകനും തമ്മിലുള്ള ചേർച്ച, ഉപാസ്യവും ഉപാസകനും തമ്മിലുള്ള ചേർച്ച, അതാണ് യോഗം. അപ്പോൾ ആരുടെ മനസ്സ് ഭഗവത് പാദത്തിൽ ഉറച്ചിരിക്കുന്നുവോ അതാണ് യോഗം. അയാളാണ് യോഗി. സച്ച പരമയോഗി, അയാളാണ് യോഗി. അല്ലാതെ ഗുഹയിൽ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടോ അഗ്നിമധ്യത്തിൽ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടോ ജലത്തിൽ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടോ മാത്രം യോഗിയാവുന്നില്ല. അതെല്ലാം നല്ലത് തന്നെ, എന്നാൽ അതുകൊണ്ട് യോഗിയാവില്ല. ആരുടെ മനസ്സ് ഭഗവത് പാദത്തിൽ ചേർന്നിരിക്കുന്നുവോ അയാളാണ് യോഗി. ആ ഭഗവത് പാദത്തിൽ ചേർന്നിരിക്കുന്ന സ്ഥിതിയാണ് യോഗം. എന്ന് മാത്രമല്ല സച്ച സുഖീ എന്ന് പറയുകയാണ്. അയാൾ സുഖിയാണ്, അയാൾ നിരപേക്ഷമായ സുഖത്തെ പ്രാപിച്ചിരിക്കുന്നു. ആരുടെ മനസ്സ് തീർത്തും ആനന്ദസ്വരൂപനായ ഭഗവാനിൽ നിമഗ്നമാണോ സച്ച സുഖി, അയാൾ സുഖിയാണ്. കാരണം ആരുടെ മനസ്സിൽ ആനന്ദസ്വരൂപൻ നിറഞ്ഞിരിക്കുന്നുവോ അയാൾക്ക് സ്വാഭാവികമായ ആനന്ദം മാത്രമേ ഉള്ളൂ, അയാൾക്ക് മറ്റൊന്നില്ല. അയാൾ ദേശകാലങ്ങളെ പരിമിതികളെ അതിക്രമിച്ചിരിക്കുന്നു. അയാളുടെ സുഖമാകട്ടെ രമണമാകട്ടെ ബാഹ്യമായിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൻ്റെ അപേക്ഷയിലല്ല. അപ്പോൾ ബാഹ്യവിഷയ നിരപേക്ഷമായി അയാൾ സുഖിയായിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ പരമമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നതും യോഗ പദവിയെ പ്രദാനം ചെയ്യുന്നതും നമ്മുടെ ബാഹ്യമായ എന്തെങ്കിലും അവസ്ഥകളല്ല. ഗുഹയിൽ കഴിയുന്നു, കാട്ടിൽ കഴിയുന്നു, പർവ്വതശിഖരത്തിൽ കഴിയുന്നു, അല്ലെങ്കിൽ പഞ്ചാഗ്നി മധ്യേ കഴിയുന്നു, ജലത്തിൽ കഴിയുന്നു എന്നുള്ളതിനനുസരിച്ചല്ല. പിന്നെയോ നമ്മുടെ അന്ധഃകരണം ഭഗവത് പാദത്തിൽ ഉറച്ചിരിക്കുന്നുണ്ടെങ്കിൽ തവപദേ സ്ഥിതം, ഹേ ശംഭോ, ഹേ ശംഭോ, നിൻ്റെ പദത്തിൽ ആരുടെ മനസ്സ് സ്ഥിതമാണോ അയാൾ യോഗിയാണ്. ആ ഭഗവത് പദത്തിൽ മനസ്സുറച്ചിരിക്കുന്ന അവസ്ഥയാണ് യോഗം. എന്ന് മാത്രമല്ല അതിൻ്റെ ഫലമായി അയാൾ പരമമായ സൗഖ്യത്തെ നേടുന്നു എന്ന് പറയുകയാണ്. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. തുടർന്ന് സനാതനധർമ്മം. ശ്രദ്ധയില്ലാത്തവർ പശുവിന് തുല്യം എന്നാണ് പ്രമാണം. ശ്രദ്ധയുണ്ടെങ്കിൽ അന്ധകരണം ശുദ്ധമാകും. ശ്രദ്ധയില്ലെങ്കിൽ കയറൂരിവിട്ട പശുവിനെ പോലെ മനസ്സ് നാനാവഴി അലയും. ശ്രദ്ധയില്ലാത്തവർ അലക്ഷ്യരായി അശാന്തരായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരായി മാറും. ഭഗവാനിലുള്ള ശ്രദ്ധ നമ്മെ എത്രത്തോളം ശുദ്ധീകരിക്കുന്നുവെന്ന് ഭാഗവത ശ്ലോകത്തിലൂടെ വിവരിക്കുകയാണ് സനാതനധർമ്മത്തിൽ ഇന്ന് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഭഗവത് അനുഗ്രഹം എങ്ങനെയൊക്കെ ലഭിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്യാത് തവാംഗ്രി അശുഭാശയധൂമകേതുഃ ക്ഷേമായ യോ മുനിഭിർ ആർദ്രഘൃത് ഹൃദ്ദോഹ്യമാന യസ്സാത്വതൈഃ സമവിഭൂതയ ആത്മവദ്ഭിർ വ്യൂഹേർച്ചിതേ സവനശസ്വരതിക്രമായ. യഹ യാതൊന്ന് സാത്വതൈഃ ഭക്തന്മാരും ആത്മവദ്ഭിഃ ആത്മജ്ഞാനികളുമായ മുനിഭിഃ മുനികളാൽ സ്വരതിക്രമായ സ്വർഗലോകവും അതിക്രമിക്കാനായിക്കൊണ്ടും സമവിഭൂതയെ സദൃശമായ ഐശ്വര്യപ്രാപ്തിക്കായിക്കൊണ്ടും ക്ഷേമായ പരമപദത്തെ പ്രാപിക്കാനായിക്കൊണ്ടും ആർദ്രഹൃദയ അലിഞ്ഞ മനസ്സോടുകൂടി
ഊഹ്യമാനഃ വഹിക്കപ്പെടുന്നുവോ വ്യൂഹേ വാസുദേവാദി ചതുർവ്യൂഹത്തിലെ സവനശക സന്ധ്യകൾ തോറും അർച്ചിത പൂജിക്കപ്പെടുന്നുവോ തവ അങ്ങയുടെ അംഗ്രി ആ പാദകമലം നഹ ഞങ്ങളുടെ അശുഭാശയ ധൂമകേതു അശുഭവാസനകളെ നശിപ്പിക്കുന്ന അഗ്നിയായിട്ട് സ്യാത് ഭവിക്കണമേ. ഇതെല്ലാവരും ചൊല്ലേണ്ട ഭാഗവതത്തിലെ ഒരു പ്രാർത്ഥനയാണ്. ഭഗവാനിൽ ശ്രദ്ധയുണ്ടാകുക എന്നൊക്കെ ഭാഗവതം തുടങ്ങുന്ന കാലം തൊട്ട് ഇതുവരെ പറഞ്ഞു വരികയാണ്. അപ്പോൾ ശ്രദ്ധ ആവശ്യമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ശ്രദ്ധാവിഹീന പശു, ശ്രദ്ധയില്ലാത്തവൻ പശുവിന് തുല്യമാണ്. അപ്പോൾ ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ശ്രദ്ധ ഉണ്ടാകണമെങ്കിൽ ശ്രദ്ധ കൊണ്ട് എന്താണ് നമുക്ക് ഗുണം കിട്ടുക? ശ്രദ്ധയില്ലാത്തവൻ എന്ത് ഗുണം കിട്ടും? ശ്രദ്ധയുള്ളവൻ എന്ത് ഗുണം കിട്ടും? ശ്രദ്ധയുണ്ടെങ്കിൽ അന്ധക്കരണം ശുദ്ധമാകും. ശ്രദ്ധയില്ലെങ്കിലോ ഇങ്ങനെ നാനാവഴിക്കും നിയന്ത്രിക്കാതെ കയറൂരി വിട്ട പശുവിനെ പോലെയോ അല്ലെങ്കിൽ നിയന്ത്രണമില്ലാത്ത കുതിരയെ പോലെയായിത്തീരും നാം ഓരോരുത്തരും. അലക്ഷ്യമായി അശാന്തരായി ഒരുപാട് ക്ലേശപൂർണമായ ജീവിതം വഹിക്കുന്നവരായി തീരുമെന്നർത്ഥം. അപ്പം അങ്ങയുടെ കീർത്തിയിൽ ശ്രദ്ധയുണ്ടാകണം. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ കീർത്തിയിൽ ശ്രദ്ധയുണ്ടായിരിക്കുക. അങ്ങനെ ശ്രദ്ധയുണ്ടായാൽ എന്തു വരും? നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കപ്പെടും. ഭഗവാന്റെ കീർത്തിയിൽ ശ്രദ്ധയുണ്ടായെങ്കിൽ മാത്രമേ മനസ്സ് ശുദ്ധമാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെയോ അങ്ങയുടെ ചരണാരവിന്ദത്തെ, ഭഗവാന്റെ പാതാരവിന്ദത്തെ കാണണം. ആ കണ്ടാൽ മാത്രം പോരാ. ചരണാരവിന്ദങ്ങളെ കണ്ട, തവാംഗ്രി പത്മത്തെ കണ്ടാൽ മാത്രം പോരാ. പിന്നെന്ത് ചെയ്യണം? അതിനെ നമസ്കരിക്കുകയും വേണം. എൻ്റെ സർവ്വ ദുരിതങ്ങളും മാറ്റി എന്നെ വിമലീകരിക്കുന്ന അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ശുദ്ധീകരിക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി. ഇവിടെ വിശ്വാസം സംശയരഹിതമായിട്ട് ഉറച്ചിരിക്കണം. അങ്ങനെ വിശ്വാസം ഉറച്ചിരിക്കുന്ന വ്യക്തി ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ കണ്ടാൽ മാത്രം പോരാ, പിന്നെന്ത് ചെയ്യണം? നമസ്കരിക്കുകയും ചെയ്യണം. അതിലൂടെ എന്തു ചെയ്യും? അങ്ങനെയാണ് ഓരോരുത്തരുടെയും മനസ്സ് ശുദ്ധമാക്കുന്നത്, വിമലീകരിക്കപ്പെടുന്നത് എന്നുള്ളത്. ഈ ഭഗവാന്റെ ചരണാരവിന്ദത്തെ ആശ്രയിക്കുമ്പോഴത്തേക്ക് മനസ്സ് ശുദ്ധമാക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണത് ശുദ്ധമാക്കുന്നത്? വിഷയവാസനകളെ ക്ഷയിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഓരോരുത്തരുടെ ഉള്ളിലുള്ള വാസനകൾ കൊണ്ടാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നത്. ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായ വിഷയവാസനകളുടെ പുറകെ പോയി സ്വയം നശിക്കുന്നവർക്ക് ഇവിടെ പറയുകയാണ്, വിഷയവാസനകളെ ഭഗവാന്റെ പിന്നിൽ നശിപ്പിച്ച് അഗ്നിയായിട്ട് തീരും. എവിടെയാണ്? ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നവർക്ക്. നശിപ്പിക്കാനുള്ള അഗ്നിയാണ് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. പിന്നെ സകല പുരുഷാർത്ഥങ്ങളെയും, അതായത് ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ ധർമ്മ അർത്ഥ കാമ മോക്ഷം, ഇതെല്ലാം സാധിക്കപ്പെടുന്ന പുരുഷാർത്ഥമാണ് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ. ആ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ചതുർവിധ പുരുഷാർത്ഥത്തെ സാധിക്കാൻ സാധിക്കും. അത് വളരെ പ്രസിദ്ധമാണ്. അവിടുത്തെ പാദപത്മത്തെ ആശ്രയിക്കുന്നവർക്ക് സാധിക്കുമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ സംസാരബന്ധത്തിൽ നിന്ന്, സംസാരം നമ്മളെ അങ്ങനെ ബന്ധിച്ചിരിക്കുകയാണ്. ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മഹർഷിമാർ പോലും, സംസാരബന്ധത്തെ ഉപേക്ഷിച്ചിട്ട് വീട് വിട്ടിറങ്ങിയ മഹർഷിമാർ പോലും അത്യന്തം ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചു. എല്ലാം ത്യജിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഞങ്ങളിൽ ഈ മായാബന്ധം ഉണ്ടാകരുത്, ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കണം, ഞങ്ങൾക്ക് വിഷയവാസനകൾ വേണ്ട, എല്ലാം ഞങ്ങൾ ത്യജിച്ചു, അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നതിലൂടെ ഞങ്ങൾ ശുദ്ധമാക്കപ്പെടും, അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം മഹർഷിമാർ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് എല്ലാം ത്യജിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ, ചരണാരവിന്ദത്തെ പ്രാപിച്ചു. എങ്ങനെ? അവരുടെ ഹൃദയകമലങ്ങളിൽ അവരാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട്? ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട്. വെറുതെയല്ല ഭഗവാന്റെ ചരണാരവിന്ദത്തെ പ്രാപിക്കേണ്ടത്. എന്ത് വേണം? ഹൃദയത്തിൽ ഭഗവാനെ വെച്ചുകൊണ്ട് ചരണാരവിന്ദങ്ങളെ പ്രാപിക്കണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്താണ്? സ്വർഗലോകത്തിനും മീതെയായിരിക്കുന്ന, സ്വർഗലോകത്തിനും അങ്ങ് അകലെയായിരിക്കുന്ന, സ്വർഗലോകമല്ല പ്രാപ്യസ്ഥലം, സ്വർഗലോകമല്ല, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. നമ്മൾ
ക്ഷീണിച്ചു കഴിഞ്ഞാൽ, പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് നേരെ താഴോട്ട് വീണ്ടും വരും, വീണ്ടും ജനിക്കേണ്ടി വരും. ഇത് സ്വർഗലോകത്തിനും മീതെയായിരിക്കുന്ന വൈകുണ്ഠ ലോകം. അതാണ് ഭഗവത് സായുജ്യ ഇടം, ഭഗവത് ഭക്തിയുടെ ഇടം. അവിടെ ചെന്ന് ഭഗവത് സായുജ്യം അടയുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭഗവാനെ വാസുദേവനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന സന്ധ്യാസമയങ്ങളിൽ ഭഗവാന്റെ പാദാംബുജത്തെ പൂജിക്കുന്നത് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെന്തിനാ? അതിനും അപ്പുറത്തായിട്ടുള്ള വൈകുണ്ഠത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട്. സ്വർഗത്തിന് ഉപരിയാണ് വൈകുണ്ഠം. അതുകൊണ്ട് സന്ധ്യകളിലെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. സകല ഭക്തന്മാരും ഈ ദോഷങ്ങളെല്ലാം വെടിഞ്ഞ്, അജ്ഞാനത്തെയൊക്കെ വെടിഞ്ഞ് ജ്ഞാനനിഷ്ഠയിലൂടെ തന്നെ ഭഗവത് പാതാരവിന്ദത്തെ പ്രാപിച്ച് സർവ്വ ഐശ്വര്യങ്ങളുടെയും ഗുണങ്ങളെ അനുഭവിക്കുന്നവരായി സ്വർഗത്തിനും മീതെയായിരിക്കുന്ന വൈകുണ്ഠ ലോകത്ത് ചെന്ന് ആ ശ്രീപാദപത്മത്തെ, രാഗാദി മലങ്ങളെ നശിപ്പിച്ച് അന്ധകരണത്തെ ശുദ്ധമാക്കി തീർക്കുന്ന ശ്രീപാദപത്മത്തെ പ്രാപിക്കുവാനുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ചൊല്ലിയത്. എല്ലാവരും ആ ശ്രീപാദപത്മത്തെ സർവദാ മനസ്സിൽ കരുതി ധ്യാനിച്ച് പ്രാർത്ഥിക്കണമെന്ന് അർത്ഥം. നമസ്തേ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.